checking the dimensional correctness of the equation using homogeneity principle. അതാണ് അടുത്ത question. Check the dimensional correctness. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് 3 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ നോട്ടിനകത്ത് വരും. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. എന്ത് ഉപയോഗിച്ചിട്ടാണ്? പറയണോ? ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ ഇതാണ്, ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച്. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഈ ഇക്വേഷന്റെ LHS-ലും RHS-ലും എത്ര ടേമുകൾ ഉണ്ട് മക്കളെ? 2 ടേംസ് ഉണ്ട്. ഈ 2 ടേമിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. എന്താണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം? ഈ 2 ടേമിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. ഇതിനിടയിൽ പ്ലസോ മൈനസോ ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇതിനിടയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ടേംസിന്റെ എണ്ണം കൂടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വിചാരിച്ചോളൂ, ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം പ്ലസ് ജി എച്ച്. ഇങ്ങനെയാണ്. ഇതിനിടയിൽ പ്ലസ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, എമ്മിന്റെ ഇടയിൽ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇപ്പൊ എത്ര ടേംസ് ഉണ്ട്? 1, 2, 3 ടേംസ് ഉണ്ട്. അപ്പൊ ഐഡിയ മനസ്സിലായി എങ്ങനെ ടേംസ് നോക്കാന്നുള്ളത്. ഇൻറ്റു ആണെന്നുണ്ടെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്തായിട്ടാ പറയാ? ഒരു ടേം ആയിട്ടാ പറയാ. അപ്പൊ ഇവിടെ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ മക്കളെ? ഒരു ടേം ആണ്. ആൻഡ് എം വി സ്ക്വയറിന്റെ ഡയമെൻഷൻ ആണ് ഞാൻ ആദ്യം കാണാൻ പറ്റുന്നത്. അപ്പൊ എന്താ 1/2ന്റെ ഡയമെൻഷൻ? എന്താ 1/2ന്റെ ഡയമെൻഷൻ നമ്മൾ എടുക്കാത്തത്? 1/2ന്റെ ഡയമെൻഷൻ ഇല്ല. നമ്പറിന് എന്തില്ല? എം വി സ്ക്വയറിന്റെ ഡയമെൻഷൻ. എമ്മിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? -1 സ്ക്വയർ. അപ്പോ എം എൽ സ്ക്വയർ ടി റേസ്ഡ് ടു -2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എടുക്കണം. അപ്പൊ ആദ്യത്തെ ടേമിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടു. ഇനി ആരുടെ ഡയമെൻഷൻ നമുക്ക് കാണാനുള്ളത്? എം ജി എച്ചിന്റെ ഡയമെൻഷൻ. എമ്മിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. ജിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ്ഡ് ടു -2. എച്ചിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ. അപ്പൊ എം എൽ സ്ക്വയർ എല്ലും എല്ലും എന്തായിട്ട് മാറും? ടി റേസ്ഡ് ടു -2. കണ്ടല്ലോടാ. ഇങ്ങനെ നമുക്ക് 2 ഇക്വേഷന്റെ ഡയമെൻഷൻ ഒന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലെ? അപ്പൊ ഡയമെൻഷൻ ഓഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് എം ജി. ഇങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു റൂളാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്, ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. പറയൂ. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. This equation is dimensionally correct. Ready? എല്ലാവരും ഒന്ന് മനസ്സിലാക്കി ഇതൊന്ന് നോക്കാതെ തന്നെ. അല്ല, വേറെ ചെയ്യാം. അതോടെ കഴിഞ്ഞിട്ട് എഴുതാം. വേറെ ഒരു സംഭവം ചെയ്യാം. വേറെ ഒരു സംഭവം നോക്കിക്കോളൂ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. v equal to x plus 8. v is equal to x plus 8. Find the dimension of x. എന്താണ് തന്നേക്കുന്നത്? Find the dimension of x. സംസാരിച്ചിരിക്കില്ല. ഫൈന എന്താണ് സംസാരിക്കാൻ കഴിയും? അമ്മയ്ക്ക് എന്താ പറയാനോ? ഇതെന്ന് പറയാനോ? ഷോണിന്റെ തല നീക്കി കൊടുക്കും. ഷോണിന് തലക്കി നോക്കണം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് അക്കോർഡിംഗ് ടു ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ VXAT ഇവരുടെ മൂന്നിന്റെ ഡയമെൻഷൻ എന്താ ആയിരിക്കണം? സെയിം ആയിരിക്കണം. അതുകൊണ്ട് വെലോസിറ്റിനെ ഇതിന്റെ ഡയമെൻഷൻസ് ഞാൻ എടുക്കുന്നു. റെഡി? നമുക്ക് ആരുടെ ഡയമെൻഷനാണ് കാണേണ്ടത്? എക്സ്. അതെന്താണെന്ന് അറിയില്ല നമുക്ക്. അപ്പൊ എക്സിന്റെ ഡയമെൻഷനും
ആരുടെ ഡയമെൻഷൻ ഈക്വൽ ആണ് മക്കളെ? വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ് നമുക്കറിയാം. എന്താണത്? -1. ഇത്രയേ ഉള്ളൂ ആ ചോദ്യം. നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇനി അതേപോലെ എക്സാം കുറച്ചൊക്കെ നല്ല എക്സാം ആണെന്നുണ്ടെങ്കിൽ ഓണം എക്സാമിനൊക്കെ സ്റ്റേറ്റുകാർക്ക് CBSE-കാർക്കും വരാറുണ്ട് ഈ ചോദ്യം. ഒക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് x is equal to a plus bt plus ct square. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻ കാണും. a, b, c മൂന്ന് പേരുടെ ഡയമെൻഷൻ കാണും എന്നാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അക്കോർഡിംഗ് ടു ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എല്ലാവരുടെയും ഡയമെൻഷൻ എന്താവണം? സെയിം ആയിരിക്കണം. അപ്പൊ ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ അല്ലെ? എല്ലാ ടേമിന്റെ ഡയമെൻഷൻ ഈക്വൽ ആവണ്ടേ? ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അത് എഴുതി കൊടുക്കാം. അപ്പൊ പേപ്പർ നോക്കുന്നവർ വിചാരിച്ചോളൂ എന്തൊക്കെ അറിയാം, ആശാൻ എന്തൊക്കെ അറിയാം, കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം? ശരിയായ ഉത്തരം എഴുതി കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് കേട്ടോ. എടാ എക്സിന്റെ എന്റെ ഡയമെൻഷൻ ഈക്വൽ അല്ലേ? എക്സ് എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. എക്സ് വാസ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ തന്നിട്ടുണ്ട് എക്സ് വാസ് ഡിസ്പ്ലേസ്മെന്റ്. റെഡി? ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ എക്സിന്റെ ഡയമെൻഷൻ എന്താ കുട്ടികളെ? എന്താണ് എക്സിന്റെ ഡയമെൻഷൻ? എല്ലല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ എക്സിന് പകരം നമുക്ക് ഡയമെൻഷൻ എൽ കൊടുത്തൂടെ? കാരണം ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എല്ലാണ്, ഡിസ്റ്റൻസ് ഡയമെൻഷൻ എല്ലാണ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ, ഹൈറ്റിന്റെ ഡയമെൻഷൻ ഒക്കെ എല്ലാണ് എന്നുള്ളത് എന്റെ ഇന്നലത്തെ നോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ആരുടെ ഡയമെൻഷൻ ആണ് വേണ്ടത് കുട്ടികളെ? ബി ടി അല്ലെ? ആരുടെയാണ് വേണ്ടത്? ബി ടി. നമ്മൾ ഇങ്ങനെ എഴുതിക്കൂടെ? എക്സിന്റെ ഡയമെൻഷനും ബി ടിയുടെ ഡയമെൻഷനും എന്താണെന്ന് പറയാൻ വേണമെങ്കിൽ ഈക്വൽ ആണെന്ന് പറയാം. ഈക്വൽ ആണ് എന്ന് പറയാം. അപ്പൊ അതൊന്ന് ഞാൻ ഇവിടെ എഴുതി കൊടുക്കണേ. ബി ടി ഈക്വൽ ടു ആരുടെ ഡയമെൻഷൻ ആണ്? എക്സിന്റെ ഡയമെൻഷൻ. എക്സിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബി ടിയുടെ ഡയമെൻഷനില് നമുക്ക് എന്ത് എഴുതാം? ബി ടിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ഡിവൈഡഡ് ബൈ ടി അല്ലേ? ടി പ്രത്യേകവും. ടിയുടെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ ടി. ഈ ടി മേലേക്ക് വന്നാൽ എന്തായിട്ട് മാറും? -1. സോ നമ്മൾ ഇവിടെ ആദ്യം ആരുടെ ഡയമെൻഷൻ ആണ് കണ്ടത്? എയുടെ ഡയമെൻഷൻ കണ്ടു. പിന്നെ ആരുടെ ഡയമെൻഷൻ കണ്ടു? ബിയുടെ ഡയമെൻഷൻ. ഇനി ആരുടെ ഡയമെൻഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്? സിയുടെ ഡയമെൻഷൻ നമുക്ക് കാണണം. നോക്കടാ, ഇങ്ങനെ എഴുതിക്കൂടെ? സി ടി സ്ക്വയർ ഈക്വൽ ടു എക്സ്. കാണുന്നു? സി ടി സ്ക്വയർ ഈക്വൽ ടു എക്സ്. വായിച്ചടാ. സി ടി സ്ക്വയർ ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സി ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് ബൈ ടി സ്ക്വയർ. വായിച്ചേ. സി ഈക്വൽ ടു എക്സ് ബൈ ടി സ്ക്വയർ. ടി മേലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? എക്സ് എന്ന് പറയുന്നത് എൽ ആണ് അല്ലെ? എൽ ടി റീസ് ടു -2. എങ്ങനെ വന്ന മനസ്സിലായല്ലോ? എക്സിന്റെ ഡയമെൻഷൻ ആണ് ഈ എൽ. ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്? ടി സ്ക്വയർ. മേലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ടി റീസ് ടു -2. നിങ്ങൾ ഈ ഫ്രണ്ടിൽ ഒന്ന് ഇരുന്നാളല്ല, ബാക്കിൽ പോയിരിക്കുകയും ചെയ്യും. ഇവിടെ ഉറുമ്പ് പോണവരെല്ലാം ഇവിടെ ബാക്കിൽ പോയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് ചോദിക്കുന്നത് കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമല്ലോ, അവിടെയൊക്കെ വേക്കൻ്റ് ആയിരുന്നു. മനുഷ്യ സമയം. സോ എന്തായാലും നമ്മുടെ ഇക്വേഷൻ വായിച്ചില്ല. എക്സ് ഈക്വൽ ടു ആയിരുന്നു. അതിൽ ആരുടെയൊക്കെ ഡയമെൻഷൻ കാണണം? എ ബി ടിയുടെ ഡയമെൻഷൻ. അതില് എല്ലാവരുടെയും ഡയമെൻഷൻസ് നമ്മളിവിടെ കണ്ടിന്യൂ വരും. എയുടെയും ബിയുടെ സിയുടെ. ഒന്ന് നിങ്ങൾ എല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് നോട്ടിനകത്തേക്ക് എഴുതുക. അത്രയും ദിവസം കൊടുക്കും. നിങ്ങൾ ഇതിന്റെ ഫുൾ നോട്ട് ഞാൻ ഇടും. ലേറ്റ് ആയി ക്ലാസ് ഫുൾ നോട്ട് ഞാൻ ഗ്രൂപ്പിനകത്തേക്ക് ഇടും. ഇന്നത്തെ നോട്ടുണ്ട് രണ്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് അത് പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം. എടുത്താലും യു ഹാവ് ടു സ്റ്റഡി ബൈ മീ. അല്ലെങ്കിൽ പണിയാണ്. എല്ലാം എഴുതി പഠിച്ചേക്കണം എല്ലാവരും.